വികസനത്തെക്കുറിച്ചും കേരളത്തിൻ്റെ വലിയ പ്രശ്നങ്ങളൊക്കെ ബി ജെ പി എടുത്തു കാണിക്കുന്നു. ഇന്ത്യയിൽ ആകമാനം ലേബർ കോഡിൻ്റെ പേരിൽ തൊഴിലാളികൾ, കർഷകർ ഒക്കെ വലിയ സമരങ്ങളുമായി ബി ജെ പിക്കെതിരെ വരികയാണ്. പെട്രോളിൻ്റെ വില 50 രൂപയിൽ നിർത്തുമെന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ 100 കവിഞ്ഞു പോകുന്ന രീതിയാണ് പെട്രോളിനും. ഏതാണ്ട് ഡീസലിൻ്റെ വിലയും അതോടെ അടുപ്പിച്ചെത്തുന്നു. ഇങ്ങനെയൊക്കെ ഇതിന് പുറമെയാണ് ഇത്തരത്തിൽ ഓരോയിടത്തും ടോളുകൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ദേശീയപാത അതോറിറ്റിയുടെ മേഖലയിലായാലും മറ്റെല്ലാ മേഖലകളിലും ബി ജെ പി നടത്തുന്ന ഇത്തരം ചൂഷണങ്ങളുണ്ട്. ഇതിനെതിരെ രാജ്യത്വം ആകമാനം കർഷകർ പ്രതിഷേധത്തിലാണ്. ഇന്നലെയൊക്കെ നാം അത് കണ്ടതാണ്. കേരളത്തെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും ഒക്കെ അത് ബാധിക്കുന്നതും സ്വാധീനിക്കുന്നതുമാണ്. രാജ്യത്ത് വലിയ പ്രതിഷേധമാണെങ്കിൽ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരുമോ? കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിഷേധമാണെങ്കിൽ മഹാഭൂരിപക്ഷത്തിൽ NDS ഒക്കെ അധികാരത്തിൽ വരുമോ? ഈ പറയുന്ന പ്രതിഷേധങ്ങൾ നിങ്ങളുണ്ടാക്കുന്ന പ്രതിഷേധമാണ്. അതുകൊണ്ട് നാമമാത്രമായ പ്രതിഷേധം ഇത്തവണ നരേന്ദ്രമോദി എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? എങ്ങനെയാണല്ലോ അധികാരത്തിൽ വന്നല്ലോ. എത്ര സീറ്റുകളിലാണ് അധികാരത്തിൽ? ആയിക്കോട്ടെ, അതൊക്കെ മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കും. അതവിടെ നിൽക്കട്ടെ. എന്താണേലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് നരേന്ദ്രമോദി ആണല്ലോ. NDA ആണല്ലോ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. ബീഹാറിൽ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നല്ലോ. ലോകത്തിന്റെ മുമ്പിൽ ആറാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റിയല്ലോ. ഇന്ത്യയിലെ കൃഷിക്കാരെയും തൊഴിലാളികളെയും ബാധിക്കുന്ന ഓരോ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നു. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ, കുടിവെള്ളം കൊടുക്കാൻ, സൗജന്യമായി ഗ്യാസ് കൊടുക്കാൻ, ചെറുപ്പക്കാർക്ക് സംരംഭങ്ങൾ കൊടുക്കാൻ, മുദ്രാ ലോണുകൾ കൊടുക്കാൻ, സബ്സിഡിയോടുകൂടി കൃഷിക്കാർക്ക് കാർഷികോപകരണങ്ങൾ നൽകാൻ, അതോടൊപ്പം എത്രയോ പദ്ധതികളാണ് അങ്ങനെ ഭരണത്തിന്റെ തുടർച്ചയാണ് പറയുന്നതെങ്കിൽ കേരളത്തിലും ചരിത്രത്തിലാദ്യമായി പിണറായി വിജയൻ സർക്കാരിനെ രണ്ടാമതും സെലക്ട് ചെയ്തില്ലേ ജനങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പിണറായി വിജയൻ സർക്കാരിനെ എതിർക്കുന്നത്? സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് UDFന്റെ ദൗർബല്യം ഉപയോഗപ്പെടുത്തി? അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ ഒരു വിഷയം, ജമാഅത്ത് ഇസ്ലാമിയുമായും SDP ആയിട്ടുള്ള സഖ്യം അത് LDF കാലങ്ങളായി നടത്തുന്നുണ്ട്. 2 മുന്നണികളും ഒളിഞ്ഞും തെളിഞ്ഞും ജമാഅത്ത് ഇസ്ലാമിയായി SDP ആയി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്നുണ്ട്, ധാരണകൾ ഉണ്ടാക്കുന്നുണ്ട്. BJPക്ക് എന്നാ കുഴപ്പം? BJPക്ക് എന്നാ കുഴപ്പം? BJP മണിപ്പൂർ പറയണോ? പറയട്ടെ. മണിപ്പൂരിൽ നിന്നാണ് 1949 മുതൽ മണിപ്പൂരിൽ പ്രശ്നമുണ്ട്. കോൺഗ്രസ് ഭരിക്കുമ്പോഴും മണിപ്പൂരിൽ പ്രശ്നമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ജനങ്ങൾ 20% വോട്ടിംഗ് പെർസെന്റ് വർദ്ധിച്ചില്ലേ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി 25% വോട്ടിംഗ് ഷെയർ വർദ്ധിപ്പിക്കും.